സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് സൂപ്പർവൈസറി കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത്. എന്നാൽ ആ സൂപ്പർവൈസറി കമ്മിറ്റി കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നില്ല. അഥവാ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ അസ്ഥിരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വമില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഡാം സേഫ്റ്റി ആക്ട് 2021 പാസ്സാക്കുന്നത്. ആ ഡാം സേഫ്റ്റി ആക്ടിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വിവക്ഷ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന എന്നാൽ തർക്കത്തിലുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ പൂർണ്ണമായ മേൽനോട്ടവും സർവേലൻസും മെയിൻ്റനൻസും ഇൻസ്പെക്ഷനും ഉൾപ്പെടെയുള്ള ചുമതലകൾ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമായിരിക്കണം എന്ന് ഡാം സേഫ്റ്റി ആക്ടിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുന്നെയാണ്, ഈ ഡാം സേഫ്റ്റി ആക്ട് വരുന്നതിന് മുന്നെയാണ് സൂപ്പർവൈസറി കമ്മിറ്റിയെ സുപ്രീം കോടതി മുല്ലപ്പെരിയാർ കേസിൽ ഫൈനൽ ജഡ്ജ്മെന്റ് വിധി പ്രസ്താവിച്ചപ്പോൾ ചുമതല ഏൽപ്പിച്ചു. അപ്പോൾ ഈ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് ഡാം സേഫ്റ്റി അതോറിറ്റിക്കാണ്. പക്ഷേ അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നടപടികൾ പലപ്പോഴും ഏകപക്ഷീയമാകുമ്പോൾ കേരളം നോക്കുകുത്തിയായി മാറുകയായിരുന്നു. കേരള സർക്കാരിനെ കൊണ്ട് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അടുക്കിൽ നിന്നും അനുകൂലമായി ഒരു തീരുമാനവും ഉണ്ടാക്കിയെടുക്കാൻ നാളിതുവരെയായി സാധിച്ചിട്ടില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ പരമോന്നത സുപ്രീം കോടതിയിൽ വന്ന മറ്റൊരു റിട്ട് പെറ്റീഷന്റെ ഭാഗമായി ശ്രീ ജോ ജോസഫ് നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് ഞാനും ആ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു. 2022 ഏപ്രിൽ മാസം 8-ാം തീയതി പുറത്തു വന്ന വിധിയിലൂടെ കൃത്യമായി സുപ്രീം കോടതി നിഷ്കർഷിച്ചു, സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും വളരെ ഇമ്മീഡിയറ്റായി നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ഏൽപ്പിക്കണം. അപ്പോൾ അത് കേന്ദ്ര സർക്കാർ എഗ്രി ചെയ്തു. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിക്കുന്ന യാതൊരു നടപടി ഉണ്ടായിട്ടുണ്ടായില്ല. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഞാൻ തന്നെ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാനെ നേരിട്ട് കണ്ട് ഈ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധികാരങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞത് അധികം വൈകാതെ തന്നെ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കും, സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം അന്ന് വാക്കാൽ അറിയിച്ചിരുന്നു. ഏതായാലും ഇന്ന് പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകരിച്ചെന്നും മുല്ലപ്പെരിയാർ കേസിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ഇന്ന് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ അധീനതയിലാണ്. ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ നിലപാട് നമുക്ക് എതിരായി ഉണ്ടാകുമ്പോൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാദ്യമായി സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അണ്ടറിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് ഒരു റീ ഓപ്പണിംഗ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കിട്ടി.